ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. നസ്രിയയുടെയും ബേസിലിൻ്റെയും സൂക്ഷ്മദർശിനി ഗംഭീരമായി പ്രദർശനം നടത്തി വരികയാണ്. 7 ദിനങ്ങൾ പിന്നിടുമ്പോൾ സിനിമ ട്രാക്കേഴ്സ് മുഖാന്തരം മാത്രമായി 11 കോടിയോളം എത്തിയിട്ടുണ്ട്. അതായത് കേരളത്തിൽ നിന്ന് 18 കോടിക്കടുത്തേക്ക് സിനിമ എത്തുന്നു. 15 കോടി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് വ്യാഴാഴ്ച കളക്ഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കുമ്പോൾ 835 ഷോകളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നു 48,000-ഓളം ആളുകൾ കാണുമ്പോൾ 21% ഒക്യുപ്പൻസിയിൽ 80 ലക്ഷത്തോളം രൂപയാണ് വന്നിരിക്കുന്നത്. അതായത് ഫൈനലായി പറയുന്നത് 86 ലക്ഷം, 1 കോടിക്ക് മുകളിലായിരിക്കും ഇന്നത്തെയും കളക്ഷൻ. ഇന്നലത്തെ വെച്ച് നോക്കുമ്പോൾ ചെറിയൊരു ഇടിവുണ്ട്, ഒരു 10%. ഇന്നലെ 96 ലക്ഷം രൂപയായിരുന്നു ഇതേ സമയത്തെങ്കിൽ ഇന്ന് ഫൈനലായി പ്രതീക്ഷിക്കുന്നത് 86-87 ലക്ഷം രൂപയായിരിക്കും എന്നുള്ളതാണ്. എന്തായാലും മികച്ച രീതിയിൽ തന്നെയാണ് സിനിമയുടെ കളക്ഷൻ. അതായത് ഒറ്റ ദിവസവും 1 കോടിക്ക് താഴേക്ക് പോയിട്ടില്ല എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ദിവ്യപ്രഭ നായികയായി എത്തിയ സിനിമയാണ്. പായൽ കവാടിയ സംവിധാനം ചെയ്ത് കനി കുസൃതിയും ദിവ്യപ്രഭയും നായികമാരായി എത്തിയ ഈ ഒരു സിനിമ ഒരു അവാർഡ് സിനിമയായിട്ട് തന്നെയാണ് വന്നിരുന്നത്. ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച സിനിമയ്ക്കുള്ള അവാർഡുകൾ വാരിക്കൂട്ടിയ ഈ ഒരു സിനിമ ഒരു മുംബൈ ബേസ്ഡ് നേഴ്സിൻ്റെ ജീവിതം പറയുന്ന കഥയാണ്. അതിനകത്തിൽ ഒരു തരംഗമായത് ഒരു ഒറ്റ നഗ്നരംഗം ഒന്നല്ല, അതിനകത്തിലെ ചില സീനുകളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയൊരു സിനിമയെ ആളിക്കത്തിക്കുന്ന ഓൾ വി ഇമാജിൻ യാസ് ലൈറ്റ് എന്ന് പറയുന്ന ആ ഒരു ചിത്രത്തിൻ്റെ കളക്ഷൻ ആ ഒരു ഒറ്റ രംഗം കൊണ്ട് ചൂടുപിടിച്ച് സോഷ്യൽ മീഡിയ തരംഗമാകുമ്പോൾ ഇന്നും ആ ഒരു തീ അണയാതെ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച തന്നെയാണ്. അതുകൊണ്ട് തന്നെ കളക്ഷനിലേക്ക് നോക്കുമ്പോൾ സ്റ്റഡി കളക്ഷനാണ് സിനിമയ്ക്ക് വരുന്നത്. ആദ്യ ദിനം ഈ ഒരു സിനിമ റിലീസ് ചെയ്തപ്പോൾ ഒരാളും അറിഞ്ഞില്ല, ആരോ ഒരാൾ ഒരു കോപ്പി ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചപ്പോൾ ഒരു കാര്യമുണ്ടായി, സിനിമയുടെ കളക്ഷൻ കൂടുന്നു. സ്റ്റഡി ആയിട്ട് 2 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് സിനിമയ്ക്ക് പോകുന്നത്. അതായത് ഇന്നും സിനിമ ഇന്നലത്തേക്കാൾ കൂടുതൽ കളക്ഷൻ വരുന്നു, ഇന്നലത്തേക്കാളും കളക്ഷൻ കൂടുന്നു എന്ന് പറയുമ്പോൾ ട്രാക്കേഴ്സ് മുഖാന്തരം ഇന്നലെ വന്നത് സിനിമയ്ക്ക് വെറും 19 ഷോകൾ, അതായത് സിനിമ തുടക്കം മുതൽ 25-30 ഷോകളാണ് മാക്സിമം ഓടിയിരിക്കുന്നത്. നമുക്കറിയാം ഒരു അവാർഡ് പടമാണെങ്കിൽ ഒരുപക്ഷെ 2 ദിവസം കൊണ്ട് പോകുന്ന സിനിമ 7-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഇന്ന് 16 ഷോകളിൽ നിന്ന് നേടിയിരിക്കുന്നത് ഏകദേശം 1,12,000-ന് മുകളിലാണ്. ഇന്നും പ്രതീക്ഷിക്കുന്നു 1.5 ലക്ഷം രൂപയോളം. അതായത് 2-2.5 ലക്ഷം രൂപയാണ് സിനിമയ്ക്ക്, അല്ലെങ്കിൽ 3 ലക്ഷം രൂപയ്ക്ക് അടുത്താണ് സിനിമയ്ക്ക് പെർ ഡേ വരുന്നത്. അതായത് 20 ലക്ഷം രൂപയോളമാണ് സിനിമ ഇതിൽ നിന്ന് കളക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ട്വിറ്റർ പോലെയുള്ള മാധ്യമങ്ങളിൽ ഈ ഒരൊറ്റ രംഗം, ആ ഒരു നഗ്നരംഗം എത്രത്തോളം ആണ് ആ ഒരു വൈബ് ഉണ്ടാക്കിയത് എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയുന്നു. അവരുടെ പ്രതികരണവും ഉണ്ടായിരുന്നു. അതായത് ഗെയിം ഓഫ് ത്രോൺ പോലെയുള്ള സിനിമകൾ കാണുമ്പോൾ ആളുകൾ അതിനെ ആ രീതിയിൽ കാണും. മലയാളത്തിലെ ഒരു നടി ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ കഥാപാത്രത്തിന് ആവശ്യമായ രീതിയിൽ അഭിനയിക്കുമ്പോൾ എന്തുകൊണ്ട് എന്നുള്ളത്, പക്ഷേ അവരെ അത് ബാധിക്കുന്നില്ല. ഒരു കഥാപാത്രമായി മാറിയിരുന്നു എന്നുള്ളത് മാത്രമാണ്. ഇനിയും വരുന്ന കാലത്ത് ഇതൊക്കെ മാറി മറിയും എന്നുള്ളത് തന്നെയാണ് ദിവ്യപ്രഭ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ അവർ തുറന്ന് പറയുന്നത്. ലക്കി ഭാസ്കർ OTTയിൽ റിലീസ് ചെയ്തിരിക്കുകയാണ്. 29-ാം ദിവസവും സിനിമയ്ക്ക് നമുക്ക് കാണാൻ കഴിയുന്ന മികച്ച ബുക്കിംഗ് തന്നെയാണ്. ഒരു സിനിമ OTTയിൽ വന്നു കഴിയുമ്പോൾ നമുക്കറിയാം നമ്മളുടെ ഭൂരിഭാഗം തിയേറ്ററുകളിൽ നിന്ന് മാറും, മൾട്ടിപ്ലക്സുകളിൽ മാത്രം ആയിരിക്കും സിനിമ. പക്ഷേ മൾട്ടിപ്ലക്സുകളിൽ ഇന്ന് ഏകദേശം 100-ന് മുകളിലുള്ള ഷോകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൽ നിന്ന് തന്നെ സിനിമ നേടിയിരിക്കുന്നത് 3 ലക്ഷം രൂപയോളമാണ് ഇതുവരെ. അതായത് ഇന്നലെ 3,85,000 രൂപയാണ് ഇന്നലെ സിനിമ നേടിയത്. അതായത് ഏകദേശം 6 ലക്ഷം രൂപയോളമാണ് സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് വന്നത് 162 ഷോയിലെങ്കിൽ ഇന്ന് വന്നിരിക്കുന്നത് വെറും 92 ഷോകളിൽ നിന്ന് സമാനമായ രീതിയിൽ തന്നെയാണ്. ഇന്നും പ്രതീക്ഷിക്കുന്നു സിനിമയ്ക്ക് ഇന്നലത്തേക്കാളും ചെറിയ ഇടിവോടുകൂടി 3.5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ട്രാക്ഡ് കളക്ഷൻസ് വരും. അതായത് 6-6.5 ലക്ഷം രൂപ ഇന്നും വരും എന്നുള്ളതൊക്കെ. ഇതിനോടകം തന്നെ കേരളത്തിൽ നിന്ന് 24 കോടിയിലേക്ക് സിനിമ എത്തുകയാണ്. OTTയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ മികച്ച റെസ്പോൺസാണ്. നാളെ തിയേറ്റർ ബുക്കിംഗ് നോക്കുമ്പോൾ ഓറഞ്ച് മയമാണ് നമുക്ക് കാണാനുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം, സബ്സ്ക്രൈബ് ചെയ്ത് തരാം ഗ്രേറ്റ് മീഡിയാസ്.